യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ പരീശന്മാരും സദൂക്യരുമായിട്ടുള്ള ആളുകൾ, ഒരു കൂട്ടം ആളുകൾ മരണാനന്തര ജീവിതത്തിലെങ്കിലും മരിച്ചതിന് ശേഷം ഒരു ഉയർപ്പുണ്ടെന്ന് വിശ്വസിച്ചവരാണ്. എന്നാൽ ഒരു കൂട്ടം ആളുകൾ മരണത്തിന് ശേഷം ഉയർപ്പില്ല എന്ന് വിശ്വസിച്ചവരുമാണ്. മരണത്തോടുകൂടെ എല്ലാം തീർന്നെന്ന് വിശ്വസിക്കുന്നവരുമാണ്. മരണത്തിന് ശേഷം ഉയർപ്പുണ്ടെന്ന് വിശ്വസിച്ചതായ ഒരു കൂട്ടം ആളുകൾ. പുതിയ നിയമസഭയുടെ ആരംഭ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കൊരിന്ത്യൻ സഭയുടെ കാലഘട്ടത്തിലും ഈ തർക്കം തന്നെ അവരുടെ ഇടയിലും കടന്നു വരികയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സുബോറോ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരുണയാൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചന സന്നിധിയിൽ നമുക്കായിരിക്കാൻ ഇടയാക്കിയ വൻകൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കഴിഞ്ഞ ദിനങ്ങളിലായി സുറിയാനി സഭയുടെ കാഴ്ചപ്പാടിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മരണം എന്താണെന്നും മരണത്തിനപ്പുറമുള്ളതായ ആത്മാവിൻ്റെ അവസ്ഥകളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കപ്പെടുകയുണ്ടായി. മരിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായ ചരിത്രത്തെ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ പരിശോധിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് രൂബേൻ്റെ പാപത്തിനു വേണ്ടി മോശ ബലി കഴിച്ചതായ, മൃഗബലി അർപ്പിച്ചതായ ചരിത്രത്തെ നമ്മൾ പഴയ നിയമത്തിൽ കൂടെ ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടെ പരിശോധിക്കപ്പെടുകയുണ്ടായി. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സഹോദരൻ മരണകരമല്ലാത്ത പാപം ചെയ്യുന്നത് കണ്ടാൽ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് യോഹന്നാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മക്കാബിയരുടെ പുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ നിന്നുകൊണ്ട് 2 മക്കാബിയരുടെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ നിന്ന് യൂദായുടെ നേതൃത്വത്തിൽ ഒരു പണപ്പിരിവ് നടത്തി പാപത്തിൽ മരിച്ചുപോയ പടയാളികൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയ, ബലി കഴിച്ചതായ ചരിത്രത്തെ നമ്മൾ പഴയ അപ്പോക്രിഫ പുസ്തകത്തിൻ്റെ കാലഘട്ട ചരിത്രത്തിലും പഠിക്കപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും ഉണ്ടായി. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 15-ാം അധ്യായം അതിൽ 29-ാമത്തെ വാക്യത്തിൽ മഹാപരിശുദ്ധനായ പൗലോസ് ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ല മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന് എന്ന് പരിശുദ്ധനായ പൗലോസ് ചോദിക്കപ്പെടുകയാണ്. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് പഠിപ്പിച്ചതായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ, പരീശന്മാരും സദൂക്യരുമായിരിക്കുന്നവർ തമ്മിലൊരു തർക്കമുണ്ട്. അവരുടെ ഇടയിലെ പ്രധാനപ്പെട്ട തർക്കമെന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. ആ കാലഘട്ടത്തിലും ഈ തർക്കം നിലനിൽക്കപ്പെടുകയാണ്. യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ പരീശന്മാരും സദൂക്യരുമായിട്ടുള്ള ആളുകൾ, ഒരു കൂട്ടം ആളുകൾ മരണാനന്തര ജീവിതത്തിലെങ്കിലും മരിച്ചതിന് ശേഷം ഒരു ഉയർപ്പുണ്ടെന്ന് വിശ്വസിച്ചവരാണ്. എന്നാൽ ഒരു കൂട്ടം ആളുകൾ മരണത്തിന് ശേഷം ഉയർപ്പില്ല എന്ന് വിശ്വസിച്ചവരുമാണ്. മരണത്തോടുകൂടെ എല്ലാം തീർന്നെന്ന് വിശ്വസിക്കുന്നവരുമാണ്. മരണത്തിന് ശേഷം ഉയർപ്പുണ്ടെന്ന് വിശ്വസിച്ചതായ ഒരു കൂട്ടം ആളുകൾ. പുതിയ നിയമസഭയുടെ ആരംഭ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കൊരിന്ത്യൻ സഭയുടെ കാലഘട്ടത്തിലും ഈ തർക്കം തന്നെ അവരുടെ ഇടയിലും കടന്നു വരികയാണ്. ഈ പരീശന്മാരുടെ കൂട്ടത്തിൽ നിന്നും സദൂക്യരുടെ കൂട്ടത്തിൽ നിന്നൊക്കെ വിശ്വാസം സ്വീകരിച്ചു വന്നതായ ഒരുപറ്റം ആളുകൾ ആ കാലഘട്ടത്തിൽ സഭയിലുണ്ടായി കാണണം. അവരുടെ പഴയതായ വിശ്വാസങ്ങളും ആചാരങ്ങളും പലപ്പോഴും അവരുടെ മനസ്സിലിങ്ങനെ കുടികൊള്ളുകയുണ്ട്. അടിസ്ഥാനപരമായ ചില ചിന്തകൾ അവരുടെ മനസ്സിൽ കൂടെ കടന്നുപോയി. അപ്പോൾ ചില ആളുകൾ മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധനായ പൗലോസ് കൊരിന്ത്യൻ സഭയോട് പറയാൻ, അല്ല മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിനാണ്? അങ്ങനെ സ്നാനമേറ്റ ചരിത്രമുണ്ടെന്ന് കൊരിന്ത്യൻ സഭയിൽ കൂടെ നമ്മെ പഠിപ്പിക്കപ്പെടുകയാണ്. കൊരിന്ത്യൻ ലേഖനത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കപ്പെടുകയാണ്. കേവലം മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? മരിച്ചവർക്ക് വേണ്ടി സ്നാനമേറ്റൊരു ചരിത്രമില്ലായിരുന്നുവെങ്കിൽ, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ പരിശുദ്ധനായ പൗലോസ് അങ്ങനെ ഒരു വാക്യത്തെ അവിടെ ഉദ്ധരിക്കേണ്ട കാര്യമില്ല. വ്യക്തമായി തന്നെ പരിശുദ്ധനായ പൗലോസ് പറയുന്ന, അല്ല മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അവർക്ക് സ്നാനമേൽക്കുന്നത്? പുതിയ നിയമസഭയുടെ ആരംഭ കാലഘട്ടത്തിൽ പുതിയ നിയമസഭ ആരംഭിച്ചു കഴിയുമ്പോൾ ഈ സ്നാനമേറ്റ് സഭയോട് ചേരുന്നതായ ഒരുപറ്റം ആളുകൾ, വിശുദ്ധ മാമോദീസായുടെ അനുഭവത്തിൽ കൂടെ സഭയോട് ചേരുന്നതായ ഒരുപറ്റം ആളുകൾ
വിശുദ്ധ മാമോദീസായുടെ അനുഭവത്തിൽ കൂടെ സഭയിലേക്ക് ചേർന്നതായ ആളുകൾ അവരുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ അവർ ക്രിസ്തുവിനെ അറിയാത്തവരും ക്രിസ്തു സ്നേഹത്തെ തിരിച്ചറിയാത്തവരും ക്രിസ്തുവിലായിത്തീരാത്തവരുമായിരുന്നു. അവരൊക്കെ മൺമറഞ്ഞു പോയവരുമാണ്. എന്നാൽ അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുവാനായിട്ട്, അവരുടെ ആത്മാക്കൾക്ക് സ്വർഗീയ പറുദീസായുള്ള അവകാശം ലഭിക്കുവാനായിട്ട് ആ കാലഘട്ടത്തിലെ ആളുകൾ തങ്ങളുടെ മരിച്ചുപോയവർക്ക് വേണ്ടി പകരമായി സ്നാനമേറ്റ ചരിത്രമാണ് കൊരിന്ത്യർ ലേഖനത്തിൽ കൂടെ നമുക്ക് പഠിക്കാൻ സാധ്യമായി തീരുക. അങ്ങനെ സ്നാനമേറ്റൊരു ചരിത്രം, അങ്ങനെ സ്നാനമേറ്റ ചരിത്രം നിലനിൽക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ ആഴമായിട്ട് തന്നെ പറയുന്ന, മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ സ്നാനമേറ്റവർ എന്തു ചെയ്യും? അപ്പോൾ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത് മരിച്ചവർ ഉയർക്കും എന്നുള്ളത് സ്പഷ്ടമാണ്, മരിച്ചവർ ഉയർക്കപ്പെടേണ്ടതുമാണ്. മരിച്ചവർ ഉയർക്കപ്പെടുമെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേറ്റതും ശരിയാണെന്ന് തന്നെ പരിശുദ്ധനായ പൗലോസ്ലീഹ അവിടെ സമർത്ഥിക്കപ്പെടുകയാണ്. അവിടെ ആ വാക്യത്തിൻ്റെ പൊരുള് വ്യക്തമായി മനസ്സിലാക്കിയാൽ നമുക്ക് അത് കൃത്യമായി ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേറ്റത് എന്തിന് എന്ന് ചോദിക്കപ്പെടുമ്പോൾ, മരിച്ചവർ ഉയർക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേറ്റത് ശരിയാണെന്ന് തന്നെ പരിശുദ്ധനായ പൗലോസ്ലീഹ സമ്മതിക്കുന്നത് ആ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും. ഇപ്പോൾ പുതിയ നിയമ കാലഘട്ടത്തിൽ, കൊരിന്ത്യ സഭയുടെ കാലഘട്ടത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി സ്നാനമേറ്റൊരു ചരിത്രത്തെ നാം പഠിക്കുന്നുവെങ്കിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എത്രയോ അനുഗ്രഹമാണെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ രക്ഷാശാസ്ത്രം അനുസരിച്ച് കർത്താവിൻ്റെ ക്രൂശ് മരണമാണ് അത് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും വരാനിരിക്കുന്നവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ അതിനെക്കുറിച്ച് ആഴമായി തന്നെ തൻ്റെ ലേഖനങ്ങളിലെല്ലാം പ്രതിപാദിക്കുന്നത് അങ്ങനെ തന്നെയാണ്. മരിച്ചുപോയവർ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ പാപത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ക്രിസ്തു ക്രൂശ് മരണം വഹിച്ചത്. ആദാമ്യ കുലത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ്. ആദാമ്യ പാപത്തെ പരിഹരിക്കാൻ, ആദാമിൻ്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ക്രിസ്തു കാൽവറി ക്രൂശിലെ യാഗമായി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല ക്രിസ്തു യാഗം. ക്രിസ്തുവിൻ്റെ യാഗം എന്ന് പറയുന്നത് അതിനു മുൻപേ മരിച്ചുപോയവരുടെ പാപത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ പാപം പരിഹരിക്കപ്പെടാൻ വേണ്ടിയാണ്. മരിച്ചുപോയവരുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടാൻ ആദാമ്യ വർഗത്തിൻ്റെ മുഴുവൻ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് കാൽവരിയുടെ കൊലക്കളത്തിൽ ക്രിസ്തു യാഗമായി തീരുന്നത്. ക്രിസ്തുവിൻ്റെ യാഗം ഇനി വരാതിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി കൂടെയാണ്. AD 30 കാലഘട്ടങ്ങളിൽ കർത്താവ് കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമായി തീർന്നപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാകണമെങ്കിൽ അന്നത്തെ യാഗം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കപ്പെടണ്ടേ? ആ യാഗത്തിൻ്റെ അനുഭവം, ആ യാഗത്തിൻ്റെ വിശുദ്ധി, ആ യാഗത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട രക്ഷ ഇന്നത്തെ തലമുറയ്ക്ക് അനുഭവമായി തീരണ്ടേ? അപ്പോൾ കാൽവരി ക്രൂശിലെ യാഗം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ജനത്തിനും ജീവിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി മാത്രമല്ല, വാങ്ങിപ്പോയവർക്കും വരാനിരിക്കുന്നവർക്കും വേണ്ടി കൂടെയാണ്, ജനിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടെയാണ്, ജനിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടെയാണ്, മരിച്ചവർക്ക് വേണ്ടി കൂടെയാണ് ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ രക്ഷാശാസ്ത്രം അത് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് മരിച്ചുപോയവർക്ക് വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് ഇനി ജനിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടെയാണെങ്കിൽ നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം വാങ്ങിപ്പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഇനി ജനിക്കാനിരിക്കുന്നവർക്കും വേണ്ടി കൂടെയാണ്. വിശുദ്ധ കുർബാനയുടെ പുനരാവിഷ്കരണം, കാൽവരി യാഗത്തിന് പുനരാവിഷ്കരണമായി വിശുദ്ധ കുർബാന ഇന്ന് അർപ്പിക്കപ്പെടുമ്പോൾ ഈ വിശുദ്ധ കുർബാന ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഈ വിശുദ്ധ കുർബാന വാങ്ങിപ്പോയവർക്ക് വേണ്ടിയിട്ടാണ്, ഈ വിശുദ്ധ കുർബാന ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, ഈ വിശുദ്ധ കുർബാന ഇനി ജനിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടെയാണ്. അതാണ് പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ രക്ഷാശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സുറിയാനി സഭ വാങ്ങിപ്പോയവരെ പ്രാർത്ഥനകളിൽ ഓർക്കുന്ന എത്രയോ മഹത്വകരമായ ചിന്തകളാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയത്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് തന്നെ സുറിയാനി സഭയുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എത്രയോ അനുഗ്രഹമാണെന്ന്.
നമുക്ക് നമ്മുടെ ശിരസ്സുകളെ നമിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയനായ പിതാവേ, മനോഹരമായ നല്ല ദിവസത്തിന്, നല്ല രാത്രിക്ക് നന്ദിയോട് സ്തോത്രം. നീ ഞങ്ങൾക്ക് തരുന്ന ആലോചനയ്ക്കും വചനത്തിനും കൂട്ടായ്മയ്ക്കുമായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ഈ മഹത്വകരമായ ജീവിതാനുഭവങ്ങളെ ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് സ്തോത്രം. നിന്റെ തിരുസന്നിധിയിൽ ചേർന്നിരിപ്പാൻ, നിന്റെ കൃപയനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ നല്ല ദാനങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ.